أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صبغة الله ومن أحسن من الله صبغة ونحن له عابدون السلام عليكم ورحمة الله وبركاته സൂറത്തുൽ ബഖറയിലെ 139 വചനമാണ് ശ്രവിച്ചത്. ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: പറയുക, ഞങ്ങൾ അള്ളാഹുവിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു. മതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനേക്കാൾ ഉത്തമൻ മറ്റാരുണ്ട്? ഞങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദ്ന ഹദ്റത്ത് മീർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് റളിയല്ലാഹു അൻഹു തഫ്സീറെ കബീറിൽ പറയുന്നു, സിബ്ഗത്തല്ലാ എന്ന വാക്കിന് ദീൻ, മില്ലത്ത്, സ്വഭാവം എന്നീ അർത്ഥങ്ങളുണ്ട്. കൂടാതെ ഏതെങ്കിലും വസ്തുവിന് നിറം നൽകുക എന്ന അർത്ഥവും ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഇത്തബിഉ എന്ന വാക്ക് മറഞ്ഞ് കിടക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇത്തബിഉ സിബ്ഗത്തല്ലാ എന്നതാണ്. അതായത് അള്ളാഹുവിന്റെ ദീനിനെ പിന്തുടരുക എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു തന്റെ ഉപദേശം ഏത് വ്യക്തിയിലൂടെയോ ഏത് സമൂഹത്തിലൂടെയോ അയച്ചു എന്നത് പ്രധാനമല്ല. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണോ എന്നതാണ് പ്രധാനമായ ചോദ്യം. അള്ളാഹു എല്ലാവരുടെയും ദൈവമായതിനാൽ അവന്റെ ഭാഗത്ത് നിന്ന് വന്ന ദീനിനെ സ്വീകരിക്കേണ്ടത് എല്ലാവർക്കും ബാധ്യതയാണ്. മനുഷ്യന്റെ മോക്ഷം അള്ളാഹു അയച്ച ദീനിനെ പിന്തുടരുന്നതിലാണ്. മില്ലത്ത് എന്ന ആശയത്തെ മുൻനിർത്തി ഇവിടെ ഇത് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യന്റെ നന്മ നിലനിൽക്കുന്നത് അവന്റെ നഫ്സ്, അതായത് ആത്മാവ്, അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതുവരെ മാത്രമാണ്. എന്നാൽ അവൻ ദൈവിക മാർഗനിർദ്ദേശം ഉപേക്ഷിച്ച് സ്വാർത്ഥമായ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും ദൈവം നിർദ്ദേശിച്ച വഴിക്ക് പുറമെ മറ്റൊരു വഴി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ആഗ്രഹങ്ങൾ അവനെ നാശത്തിന്റെയും വിനാശത്തിന്റെയും ആഴത്തിലേക്ക് തള്ളിവിടുന്നു. ഫിത്രത്ത് അഥവാ സ്വഭാവം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ വ്യത്യാസങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് യഥാർത്ഥ ശരിയായ സ്വഭാവം മുൻനിർത്തിയാണ് എന്ന കാര്യത്തെ വ്യക്തമാക്കുന്നു. കാരണം ഓരോ മനുഷ്യന്റെയും സ്വഭാവം സർവശക്തനായ അള്ളാഹു ശുദ്ധമാക്കിയിരിക്കുന്നു. ഇത് സത്യം തിരിച്ചറിയാൻ വളരെയധികം സഹായിക്കുന്നു. എന്നാൽ ഇതിനർത്ഥം യഥാർത്ഥ സ്വഭാവം മതത്തിന് പകരം വരുന്നു എന്നല്ല, അത് മതത്തെ തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയാണെന്ന് മാത്രം. ഒരാൾക്ക് സൽസ്വഭാവം അനുഗ്രഹീതമായില്ലെങ്കിൽ അയാൾക്ക് യഥാർത്ഥ മതം തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. ഉദാഹരണം, ഒരാൾക്ക് തൻ്റെ സുഹൃത്തിൽ നിന്നും ഒരു കത്ത് ലഭിക്കുന്നു. അത് വായിക്കാൻ കണ്ണട അണിയുന്നു. എന്നാൽ കണ്ണട അണിഞ്ഞ് കത്ത് വായിക്കാതിരുന്നാൽ ആളുകൾ അയാളെ വിഡ്ഢി എന്ന് വിളിക്കും. അതുപോലെ മതം സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കത്താണ്. കണ്ണട യഥാർത്ഥ സ്വഭാവം. സിബ്ഗത്തല്ലാ എന്നതിൻ്റെ മറ്റൊരു അർത്ഥം നിങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവം സ്വീകരിക്കുക എന്നതാണ്. അതായത് എപ്പോഴും ദൈവിക ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വളർത്താൻ ശ്രമിക്കുക. നിങ്ങളിൽ ദൈവിക ഗുണങ്ങളുടെ പ്രതിഫലനമായിട്ടുണ്ടോ ഇല്ലയോ എന്നത് നിരീക്ഷിക്കുക. അള്ളാഹു മനുഷ്യനെ ഈ ലക്ഷ്യത്തിന് സൃഷ്ടിച്ചു എന്നതാണ് വസ്തുത. അതിനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന്റെ സ്വഭാവത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഈ രീതിയിൽ പറയാൻ കഴിയില്ല. അതായത് ഞാൻ അള്ളാഹുവിന്റെ റഹ്മാനിയത്ത് എന്ന സിഫത്തിന് പ്രതിഫലനം ആകാൻ കഴിയില്ല, അല്ലെങ്കിൽ റഹീമിയത്ത് എന്ന സിഫത്തിന് പ്രതിഫലനം ആകാൻ കഴിയില്ല, അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്ന സിഫത്തിന് പ്രതിഫലനം ആകാൻ കഴിയില്ല. അള്ളാഹു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഈ എല്ലാ കഴിവുകളും നൽകിയിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇക്കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ തന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. വ്യക്തമായ കാര്യമാണ്, അള്ളാഹുവിന് ഭൗതികമായ രൂപം ഇല്ല.
ഇസ്ലാം അതിൽ വിശ്വസിക്കുന്നുമില്ല. അതിനാൽ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം അള്ളാഹു ആദമിൽ ദൈവിക ഗുണങ്ങളുടെ പ്രതിഫലനമായി തീർക്കാനുള്ള ശേഷി നൽകി എന്നതാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും പറയാൻ കഴിയില്ല ഈ ഗുണങ്ങൾ എൻ്റെ ഉള്ളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന്. അള്ളാഹു സത്താറാണ്, അതുപോലെ അവനും സത്താർ ആകാൻ സാധിക്കുന്നതാണ്. എങ്ങനെ അള്ളാഹു റസാഖാണോ അതുപോലെ മനുഷ്യനും തൻ്റെ പരിധിയിൽ റസാഖ് ആകാൻ സാധിക്കും. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹുമായി അടുക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി ദൈവിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും അള്ളാഹുമായി പങ്കാളിത്തം സൃഷ്ടിക്കുകയും അവന്റെ നിറത്തിൽ നിറമുള്ളവനായി മാറുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു ഈ ആയത്തിലൂടെ ശ്രദ്ധ ചെലുത്തുന്നത് നിങ്ങൾക്ക് ലോകത്ത് ആരുടെയെങ്കിലും നിറം സ്വാധീനം സ്വീകരിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് നിർബന്ധമായും ആരുടെയെങ്കിലും നിറം സ്വീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളോട് ഉപദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നിറം സ്വീകരിക്കരുത്, നിങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും നിറം സ്വീകരിക്കരുത്, നിങ്ങളുടെ അധ്യാപകരുടെ നിറം സ്വീകരിക്കരുത്, നിങ്ങൾ ജീവിക്കുന്ന പരിസരത്തിന്റെ നിറവും സ്വീകരിക്കരുത്, നിങ്ങളുടെ ഭരണകൂടത്തിന്റെ നിറവും സ്വീകരിക്കരുത്, മറിച്ച് ഏകദൈവമായ അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കുക. കാരണം അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. അവനോടുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകൂ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ. ജസാക്കുമുല്ലാഹ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.